നമ്മൾ ഡെറിവേറ്റീവിന്റെ അതായത് പ്ലസ് വണ്ണിൽ പഠിച്ചതായ ടോപ്പിക്കിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മ ഉണ്ടാവുമല്ലോ. ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവിലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, പ്രോഡക്റ്റ് റൂള്, അത് കോഷ്യൻ റൂള്, ഇത്രയും പഠിച്ചതിന്റെ ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്തു വെച്ചു. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിൽ ഡെറിവേറ്റീവിന്റെ 21 റിസൾട്ട് ഞാൻ തന്നിരുന്നു. അത് പഠിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും നല്ലോണം പഠിച്ചു വേണം. അതറിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പ്ലസ് ടുവിലെ ടോപ്പിക്കിലോട്ട് വരാണ്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നാണ്. ഹെഡിങ് എഴുതാം. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ? ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇതിന് മറ്റൊരു റൂൾ പറഞ്ഞാൽ ചെയിൻ റൂൾ എന്നും പറയും. എന്ത് പറയും? ചെയിൻ റൂൾ എന്ന് പറയും. പിന്നെ ഇതിനെ പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ. അപ്പൊ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെയാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം എക്സ് ടു വൈ അല്ലെ, എക്സിൽ നിന്നും വൈയിലേക്കുള്ള റിലേഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. അനദർ ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു ഇസെഡ്. മറ്റൊരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്നതുകൊണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഡൊമൈനിൽ നിന്നും അടുത്ത ഫംഗ്ഷന്റെ കോഡൊമൈനിലേക്കുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷനിൽ നിന്നും മറ്റൊരു ഫംഗ്ഷനിലേക്ക്, അതിനാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ എഫിൽ നിന്ന് ജിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എഫ് എന്നാണ് പറയുന്നത്. എഫിൽ നിന്ന് ജിയിലേക്കാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. ഗോഫ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയാറ്. ഇനി ജിയിൽ നിന്ന് എഫിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ഫോഗ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇനി എഫിൽ നിന്ന് എഫിലേക്ക് തന്നെ പറയാറുണ്ട് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ജിയിൽ നിന്ന് ജിയിലേക്കാണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയും. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടൊന്ന് അക്കൗണ്ടിൽ ശ്രദ്ധിച്ചറിയാം. സാധാരണ ഒരു ഫംഗ്ഷൻ പറയേണ്ട സ്ഥാനത്ത്, ഫംഗ്ഷനിൽ എക്സ് പറയേണ്ട സ്ഥാനത്ത് മറ്റൊരു ഫംഗ്ഷൻ കയറി വന്നിട്ടുണ്ട്. ഇതാണ് ഡെഫിനിഷൻ. അറിഞ്ഞിരിക്കുക, അവിടെ പഠിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. എന്തായാലും നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയണം. ഓരോ ഫംഗ്ഷനും കാണുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഫംഗ്ഷൻ ഓഫ് ദി ഫോം ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ചെറിയ ഫോമാണ്. ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടോ, വ്യക്തമായിട്ട് നോക്കിയത്. നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സ് എന്നല്ലേ പറയുന്നത്. ഈ എക്സ് വരേണ്ട സ്ഥാനത്ത്, എക്സിന്റെ സ്ഥാനത്ത് എന്ത് കിടപ്പുണ്ടേ? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ അതേതാണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. കണ്ടോ, എക്സ് വരേണ്ട സ്ഥാനത്ത്, ഈ എക്സ് വരേണ്ട സ്ഥാനത്ത് ഏത് കിടപ്പുണ്ട്? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സംശയം ഉണ്ടോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോ ഒരെണ്ണം ചിലപ്പോ ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ വരും. ഒരു ഫംഗ്ഷനകത്ത് മറ്റു രണ്ട് ഫംഗ്ഷൻ ചിലപ്പോൾ വന്നു വരാം. ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോം, ദി ഫംഗ്ഷൻ ഓഫ് ദി ഫോം y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ദി ഫംഗ്ഷൻ ഓഫ് ദി ഫോം എന്ന് എഴുതണം. ദി ഫംഗ്ഷൻ ഓഫ് ദി ഫോം y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. എന്താണ്? y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയിൻ റൂളിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയിൻ റൂളിൽ അപ്ലൈ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുന്ന അല്ലാതെ നമുക്ക് പഠിക്കാം. എന്തോന്നാണ് നമുക്ക് വേണ്ടത്? dy ബൈ ഡി എക്സ് ആണ്. അതല്ലേ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ d ബൈ ഡി എക്സ് ഓഫ് അല്ലെ ഡി ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടുത്തെ y എന്ന് പറഞ്ഞതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട. ഇതിപ്പോ നമുക്ക് ഒരു ഫംഗ്ഷൻ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ ആണ് കിടക്കുന്നതെങ്കിലും നമ്മൾ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ പുറത്തുള്ള ഫംഗ്ഷൻ, ആദ്യം കാണുന്ന ഫംഗ്ഷൻ, പുറത്ത് കാണുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. അപ്പൊ എഫിന്റെ ഡെറിവേറ്റീവ് ഏതാ? എഫ് ഡാഷ്. എന്നിട്ട് അകത്തുള്ളത് അതുപോലെ എഴുതുക, ജി ഓഫ് എക്സ്. അകത്തുള്ളതോടെ എഴുതുക, അതുപോലെ എഴുതണം. എന്നിട്ട് തീർന്നില്ല, ഇൻറ്റു
ഡി ബൈ ഡി എക്സ് ഓഫ് അകത്തുള്ളത് ഏതാണ് ജി ഓഫ് എക്സ്. ഇതോടെ തീർന്നു. അപ്പൊ എന്താണ് എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ഇനി ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ് ജി ഡാഷ് എക്സ്. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ. അപ്പൊ ഏതാണ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഫോം എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടി ബൈ ഡി എക്സ് ഓഫ് ഇത്രയും. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് പുറത്ത് കാണുന്ന ഫംഗ്ഷൻ ഏതാണ്, ഫസ്റ്റിലെ വരുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുക. എഫ് എന്ന ഫംഗ്ഷൻ ആണ്. അതിനകത്താണ് അതിൽ എക്സ് വരേണ്ട സ്ഥാനത്താണ് ജി എന്ന ഫംഗ്ഷൻ വരുന്നത്. അപ്പോ ആദ്യം കാണുന്നത് എഫ് എന്ന ഫംഗ്ഷൻ ആണ്. ആ എഫ് എന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഫിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് അകത്തുള്ളത് അതുപോലെ എഴുതി ഇൻറ്റു ഇനി വേണ്ട വീട് തീർന്നില്ല. അകത്തുള്ളത് എക്സിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. മനസ്സിലാവുമല്ലോ. അങ്ങനെ എഫ് ഡാഷ് ജി ഓഫ് എക്സ് അതുപോലെ എഴുതി ഇൻറ്റു ഇനി ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാണ് ജി ഡാഷ് എക്സ്. സംശയം ഉണ്ടോ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരെണ്ണം പറഞ്ഞു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടി പറയാമെങ്കിൽ ഇപ്പൊ ഇതൊന്നും ക്ലിയർ ആയിട്ട് എഴുതി എടുത്തോളാം. ഓക്കെ, അടുത്ത് വരുന്നത് എന്താണ് എഫ് ഓഫ്, ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ വേറൊരു രീതിയിൽ വരാൻ മതി. ഇപ്പൊ ഒരെണ്ണം അകത്തുള്ളൂ, ചില ഭാഗത്ത് രണ്ടെണ്ണം വരുന്ന കാണാം. പിന്നെ 3, 4 ഒക്കെ വരുന്നുണ്ടാവും. രണ്ടെണ്ണം വരുന്നതോടെ പഠിച്ചാൽ മതി. പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഫ് ദി ഫോം ഏതാണ് y ഈക്വൽ ടു എഫ് ഓഫ് ആണോ എഫ് ഓഫ് എക്സ് വരേണ്ട സ്ഥാനത്ത് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ജി ഓഫ് എക്സ് വരേണ്ട സ്ഥാനത്ത് h എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കണ്ടോ. അപ്പോൾ ഏതാണ് ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന ഫോമിലാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വരേണ്ട സ്ഥാനത്ത് ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് വന്നിട്ടുണ്ട് ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. എന്നാൽ അതിലാണെങ്കിലോ ജി ഓഫ് എക്സ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് വന്നിട്ടുണ്ട് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കണ്ടോ. അപ്പൊ ഇത് ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഫംഗ്ഷൻ അതുപോലെ എഴുതാം എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. എങ്കിൽ ആദ്യം കാണുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് അകത്തുള്ള അതുപോലെ എഴുതി ഇൻറ്റു ഇനി അകത്തുള്ളത് ഏതാണ് ഡി ബൈ ഡി എക്സ് ബാക്കിയുള്ള ഫംഗ്ഷൻ എഫ് പോയിട്ടുള്ള ബാക്കി ഏതാണ് ജി ഓഫ് എച്ച് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് അടുത്ത് വരേണ്ടത്. അപ്പൊ ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് അതുകൊണ്ട് അതുപോലെ എഴുതിയാൽ മതി എഫ് ഡാഷ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ഇനി കാണുന്ന ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഏതാണ് ജി ഡാഷ് അകത്തുള്ളത് അതുപോലെ എഴുതുക എച്ച് ഓഫ് എക്സ്. തീർന്നില്ല. വീണ്ടും ജി എന്ന ഫംഗ്ഷനിൽ അത് എക്സ് അല്ല, എക്സിന്റെ സ്ഥാനത്ത് വേറൊരു ഫംഗ്ഷൻ കിടക്കുന്നത് കൊണ്ട് ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഏതാണ് അകത്തുള്ള എച്ച് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്. അങ്ങനെ എഫ് ഡാഷ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ ജി ഡാഷ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ഇനി എച്ചിന്റെ ഡെറിവേറ്റീവ് ഏതാണ് എച്ച് ഡാഷ് എക്സ്. ഇനി അകത്ത് എക്സ് ആണല്ലോ കിടക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ എക്സ് ഡയറക്റ്റ് വരുന്നത് വരെ നമ്മൾ എന്തെങ്കിലും ഡെറിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യേണ്ടുള്ളൂ. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് ചെയ്യേണ്ടുള്ളൂ എന്ന് നോക്കണം. അപ്പൊ മനസ്സിലാവുമല്ലോ. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഇപ്പൊ രണ്ടെണ്ണം നേരത്തെ ഒരെണ്ണം ഉള്ളത് പറഞ്ഞു, എഫ് ഓഫ് ജി ഓഫ് എക്സ് മാത്രം പറഞ്ഞു. ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇനി ഇതിനകത്ത് വീണ്ടും വരുന്നത് തരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എളുപ്പമാണ്. ഈ ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊള്ളണം. നല്ലോണം ശ്രദ്ധിച്ചോളണേ, നല്ല രീതിക്ക് പഠിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയും നല്ലോണം ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി എന്റെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിയിരിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് y ഈക്വൽ ടു സൈൻ ഓഫ് 2x plus 1 find dy by dx. അപ്പോ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, y ഈക്വൽ ടു സൈൻ ഓഫ് 2x plus 1 dy by dx ആണ് കാണേണ്ടത്. അപ്പൊ നോക്കാം ഫംഗ്ഷൻ. ആദ്യം ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് ഏത് ഫോമാണെന്ന് മനസ്സിലാക്കണം. പ്രോഡക്റ്റ് ആണോ, ക്വോഷ്യന്റ് ആണോ, അതോ ഡയറക്റ്റ് അഡിഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, പിന്നെ ഏതാണ് ഈ പറഞ്ഞ കോമ്പോസിറ്റ് ആണോ, അത് സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈൻ ഓഫ് 2x plus 1. നോക്ക് ഫംഗ്ഷൻ എങ്ങനെയല്ലേ, സൈൻ ആണ് ഫംഗ്ഷൻ. സാധാരണ സൈനിൽ നമ്മൾ എക്സ് എന്നല്ലേ പറയുള്ളൂ.
അപ്പോൾ അതിൽ ആ എക്സ് വരേണ്ട സ്ഥാനത്താണ് എന്ത് വന്നിരിക്കുന്നത് 2x+1 കണ്ടോ. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് വരേണ്ട സ്ഥാനത്ത് എഫ് ഓഫ് എക്സിൽ എക്സ് വരേണ്ട സ്ഥാനത്ത് ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ. അതേപോലെ ഒരു ഫംഗ്ഷൻ ഇപ്പൊ log x ഇതൊരു ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ലേ. എന്നാൽ ഇതിൽ എക്സ് വരേണ്ട സ്ഥാനത്ത് മറ്റൊരു ഫംഗ്ഷൻ നോക്കി e⁻x കണ്ടോ. log of e⁻x ലോഗ് കംപ്ലീറ്റ് ആകുന്നില്ല. ലോഗ് എക്സ് വന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ലോഗ് കംപ്ലീറ്റ് ആകാതെ എക്സ് വരേണ്ട സ്ഥാനത്ത് e⁻x. അപ്പൊ നമുക്ക് ടാൻ എക്സ് ആണ് വരേണ്ട ടാൻ എക്സ് എന്ന്. ഈ എക്സ് വരേണ്ട സ്ഥാനത്ത് log x വന്നു കണ്ടോ. മറ്റൊരു ഫംഗ്ഷൻ x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഡയറക്റ്റ് ഫംഗ്ഷൻ. ഈ എക്സ് വരേണ്ട സ്ഥാനത്ത് sin x വന്നു sin x². ഇതൊക്കെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ അപ്പോൾ നോക്കാം ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കാം. ഇവിടെ എന്താണ് sin of 2x+1. എന്താണ് sin of 2x+1. sin of 2x+1 sin എന്ന ഫംഗ്ഷനില് എക്സ് വരേണ്ട സ്ഥാനത്ത് എന്ത് കിടപ്പുണ്ട് 2x+1. അപ്പൊ ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഒരു അകത്ത് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡെറിവേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് dy/dx. dy/dx equal to d/dx of sin 2x+1. That is equal to ആദ്യം പുറത്ത് കാണുന്ന ഫംഗ്ഷൻ ആദ്യം കാണുന്ന സൈൻ എന്ന ഫംഗ്ഷൻ. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ്. കോസ് അകത്തുള്ള അതുപോലെ എഴുതുക 2x+1. അപ്പൊ സൈൻ എക്സ് ആയിരുന്നു നമ്മൾ കോസ് എക്സ് എന്ന് എഴുതൂലേ. അപ്പൊ അതുപോലെ സൈൻ എക്സ് ആയിരുന്നെങ്കിൽ കോസ് എക്സ് എന്ന് എഴുതണം. അപ്പൊ സൈൻ എക്സിന്റെ സ്ഥാനത്തുള്ള അതുപോലെ എഴുതി കോസ് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ അതുപോലെ എഴുതി. എന്നിട്ട് ഇൻറ്റു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു d/dx of 2x+1. ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും കോസ് 2x+1 ഇൻറ്റു ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ഏതാ 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പിന്നെ 1 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അങ്ങനെ ഇത് 2 അല്ലേ. ആ 2 നമുക്ക് ആദ്യം എഴുതാം 2 cos 2x+1 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സംശയമുണ്ടോ? എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പൊ ഇത് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നല്ലോണം ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് y equal to sec of tan root x. Sec of tan root x. Sec of tan root x. കണ്ടോ നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ സീക്ക് ഇവിടെ കാണുന്നത് സീക്ക് ആണ് ഫംഗ്ഷൻ. സീക്കിൽ എക്സ് വരേണ്ട സ്ഥാനത്ത് ടാൻ എന്ന ഫംഗ്ഷൻ ആണ്. എന്നാൽ ടാനിൽ എക്സ് വരേണ്ട സ്ഥാനത്ത് റൂട്ട് എക്സ് എന്ന മറ്റൊരു ഫംഗ്ഷൻ. അപ്പൊ കണ്ടോ അകത്ത് രണ്ട് ഫംഗ്ഷൻ അകത്ത് വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടത് dy/dx. dy/dx. dy/dx equal to d/dx of sec of tan root x. That is equal to ആദ്യം നമുക്ക് വേണ്ടത് sec x ന്റെ ഡെറിവേറ്റീവ് ആണ്. ഫംഗ്ഷൻ ഏതാണ് sec ആണ്. ആദ്യം കാണും sec ന്റെ ഡെറിവേറ്റീവ് ഏതാ sec ന്റെ ഡെറിവേറ്റീവ് ഏതാ sec x into tan x. അങ്ങനല്ലേ d/dx of sec x ഏതാണ് sec x into tan x എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അങ്ങനല്ലേ പഠിച്ചത് sec x into tan x. അപ്പോൾ sec x ന്റെ സ്ഥാനത്ത് ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം sec x. അപ്പോൾ sec of ഈ x ന്റെ സ്ഥാനത്ത് ഏത് വരണം ഈ അകത്തുള്ളത് വരണം. അതുപോലെ ഇവിടെയും വരണം. അപ്പൊ എന്താണ് ആൻസർ ഏതാണ് d/dx of sec of tan root x എന്ന് പറയാം. ആദ്യം കാണുന്ന പുറത്ത് sec ന്റെ ഡെറിവേറ്റീവ് sec x into tan x എന്നാണ്. സാധാരണ sec ഇത് x ആണെങ്കിൽ sec x tan x എന്ന് എഴുതുമായിരുന്നു. പക്ഷെ x അല്ലല്ലോ. x ന്റെ സ്ഥാനത്ത് അകത്ത് കിടക്കുന്നുണ്ട്. അത് അതുപോലെ എഴുതുക. ഓക്കെ മനസ്സിലായോ? അപ്പൊ sec x ന്റെ ഡെറിവേറ്റീവ് എന്താ sec x tan x. അപ്പൊ sec tan root x ന്റെ sec tan root x into tan root x എന്ന് വരും. ഇൻറ്റു അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് ഏതാണ് തീർന്നില്ല. അകത്ത് വരുന്നത് d/dx of tan root x. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇവിടുത്തെ sec of tan root x അതുപോലെ എഴുതി ഇൻറ്റു tan of tan root x അതുപോലെ എഴുതി ഇൻറ്റു tan root x ന്റെ ഡെറിവേറ്റീവ് എന്താ ടാനിന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ അല്ലേ sec സ്ക്വയർ root x. തീർന്നില്ല. വീണ്ടും അവിടെ tan x ന്റെ സ്ഥാനത്ത് root x ആണ്. അപ്പോൾ d/dx of
റൂട്ട് എക്സ് എന്ന് വന്നു. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് അതുപോലെ എഴുതി, ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് അതുപോലെ എഴുതി, ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് അതുപോലെ എഴുതി, ഇൻറ്റു റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സീക്ക് ടാൻ റൂട്ട് എക്സ്, ടാൻ റൂട്ട് എക്സ്, sec square root x all divided by 2 root x. ഇതിൽ വേറെ ഒന്നും ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇത്രയും നമുക്ക് നിർത്താം. മനസ്സിലാവുമല്ലോ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ നല്ലോണം മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഡെറിവേറ്റീവ് പഠിക്കണം. ഡെറിവേറ്റീവ് ടോപ്പിക് സംഭവം ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി ഡെറിവേറ്റീവ് പഠിച്ചാലേ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും ആവർത്തിച്ച് പറയാൻ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഓക്കെ, ഇപ്പൊ ഡെറിവേറ്റീവ് ഇതാണ്. മനസ്സിലാവുമല്ലോ? സീക്ക് ആണ് ഫംഗ്ഷൻ. ഇതിനെ എക്സ് ആയിട്ട് കണക്കാക്കിയാൽ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോ സീക്ക് ഓഫ് ഇത് എന്താണ്? ടാൻ ഓഫ് സീക്ക് ഓഫ് ഇത് ഇൻറ്റു ടാൻ ഓഫ് ഇത് ഇൻറ്റു അകത്തുള്ള ടാൻ എക്സിന്റെ ടാൻ റൂട്ട് എക്സിന്റെ ഏതാണ്? സീക്ക് സ്ക്വയർ അകത്തുള്ള റൂട്ട് എക്സ് അതുപോലെ എഴുതി, ഇൻറ്റു അകത്തുള്ള റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് അതേതാണ്? 1/2 റൂട്ട് എക്സ്. യഥാർത്ഥത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇത്രയും എഴുതി എന്നുള്ളതാണ്. അപ്പൊ ഇത് നല്ലോണം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാൻ. ഇതിലിനി ഞാൻ പറഞ്ഞല്ലോ ഡെറിവേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ഓരോ ടോപ്പിക്കും തൊട്ടടുത്ത ടോപ്പിക്കിൽ അതുകൂടെ വന്നായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതായത് പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ഇത് കഴിഞ്ഞ് പഠിച്ചു വരുന്നവരില്ല. ഇതേപോലെ ഓരോന്നും വരുന്നിട്ട് അതിന്റെ അകത്തോട്ട് കയറി വരും. അപ്പൊ ഈ ടോപ്പിക്കിൽ തന്നെ ഏത് ചിലപ്പം വരാം? പ്രോഡക്റ്റ് റൂളൂടെ ഇതിന്റെ അകത്ത് വരാം, ചിലപ്പോൾ കോഷ്യന്റ് റൂള് വരാം. ഈ രണ്ടിലും വരുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ഞാൻ അടുത്ത് നമുക്ക് 2 കണക്കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇത് നല്ലോണം മനസ്സിലാക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഈ കോമ്പോസിറ്റിൽ തന്നെ കോഷ്യന്റ് റൂളും പ്രോഡക്റ്റ് ഒക്കെ വരുന്നതാണ്. അപ്പൊ അതിൽ കോഷ്യന്റിൽ വരുന്നതാണ്. നോക്കാം. ഇഫ് y = sin of ax plus b divided by cos of cx plus d find dy by dx. അപ്പൊ നമുക്ക് കാണേണ്ട dy by dx ആണ്. അങ്ങോട്ട് എഴുതാണ് ഏതാണ്? y = നമുക്ക് വേണ്ടത് dy by dx. dy by dx equal to d by dx of sin of ax plus b divided by cos of cx plus d. ഇതിൽ ആദ്യം കാണുന്നത് എന്താണ്? കോഷ്യന്റ് റൂൾ ആണ് അല്ലെ, ഡിവിഷൻ ആണ് കാണുന്നത്. അപ്പൊ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഏതാണ് കോഷ്യന്റ് റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു d by dx of ന്യൂമറേറ്റർ ഏതാണ്? sin of ax plus b minus കോഷ്യന്റ് റൂളിൽ മൈനസ് ആണ്. ന്യൂമറേറ്റർ ഇൻറ്റു sin of ax plus b into d by dx of denominator cos of cx plus d all divided by denominator square cos square cx plus d. cos cx plus d all square ആണ്. അതിനെ denominator square വരുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. പവർ വരുമ്പോൾ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. ഓക്കെ, ഈക്വൽ ടു cos cx plus d ഒന്നും ചെയ്യണ്ട, അതുപോലെ എഴുതി cos cx plus d into ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് d by dx of sin ax plus b d by dx of sin ax plus b എന്നാണ്. ഒന്ന് വ്യക്തമായിട്ട് നോക്ക്. ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതണം. ഇത് എഴുതുമ്പോൾ sin ax plus b യുടെ ഡെറിവേറ്റീവ് ആണ്. sin ax plus b കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ല. sin x എന്ന് മാത്രമാണ് വരുന്നത്. ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നുണ്ട്? ax plus b വരുന്നുണ്ട്. അപ്പൊ കോമ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് എഴുതുന്നു? ആദ്യം പുറത്ത് കാണുന്നത് sin. സൈനിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? cos. അപ്പൊ cos അകത്തുള്ള അതുപോലെ എഴുതുക ax plus b ഇൻറ്റു അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ്. അകത്തുള്ളത് ax plus b യുടെ ഡെറിവേറ്റീവ് എന്താണ്? a ആണ് അല്ലെ. a ഇൻറ്റു എക്സിന്റെ 1 ആണ്, മറ്റേ b കോൺസ്റ്റന്റ് ആണ്, 0 ആയിട്ട് പോകും. a 0 ആകില്ല. കാരണം എന്താ? a കോൺസ്റ്റന്റ് ആണെങ്കിലും a യുടെ കൂടെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോഴാണ് a എന്ന് കിട്ടുന്നത്. അതുപോലെ അടുത്ത് മൈനസ് sin ax plus b ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d by dx of cos cx plus d. അപ്പൊ cos cx plus d യുടെ ഡെറിവേറ്റീവ് cos കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ ഓഫ് അകത്തുള്ള അതുപോലെ എഴുതി cx plus d ഇൻറ്റു അകത്തുള്ള cx plus d ഡെറിവേറ്റീവ് c. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ cx plus d.
ഓക്കെ, ഈക്വൽ ടു അറേഞ്ച് ചെയ്യാം. നമുക്ക് ആദ്യം എ എഴുതാം. എ കോസ് സി എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. പിന്നെ ഏതാണ് സി സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഡി ഉണ്ട്. ഇനി ഓൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി ഉണ്ട്. ഞാൻ ഈ പ്ലസിന്റെ അവിടെ വെച്ച് ഓൾ ഡിവൈഡ് ബൈ രണ്ടിനോട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി, ഇവിടെ ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഓക്കെ, ഈക്വൽ ടു ചെറിയ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു കോസ് സി എക്സ് പ്ലസ് ഡിയും താഴെ രണ്ടെണ്ണമുണ്ട് സ്ക്വയർ, അപ്പൊ അതിലെ ഒരെണ്ണം ക്യാൻസൽ ആയിട്ട് പോകും. അതായത് അപ്പുറത്താണെങ്കിൽ കോസ് സി എക്സ് പ്ലസ് ഡി മുകളിലില്ല, ക്യാൻസൽ ആണെന്നില്ല. ഇനി ബാക്കിയുള്ളത് എഴുതാം. എ ഇവിടെ ഉള്ളത് കോസ് എ എക്സ് പ്ലസ് ബി. ഇനി ഇവിടെ താഴെയാണുള്ള ഒരു കോസ് സി എക്സ് പ്ലസ് ഡി, അതായത് 1 ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. എന്തായി 1 ബൈ കോസ് സി എക്സ് പ്ലസ് ഡി? സീക് സി എക്സ് പ്ലസ് ഡി പ്ലസ് ഇവിടെ അതുപോലെ സി. ഇവിടെ നമ്മുടെ സൈൻ എ എക്സ് പ്ലസ് ബി ഒന്നേ ഉള്ളൂ, അതുപോലെ എഴുതി. ഇനി ശ്രദ്ധിക്കുമ്പോ അറിയാം സൈൻ സി എക്സ് പ്ലസ് ഡി ഉണ്ട്, അതേ ആംഗിൾ സി എക്സ് പ്ലസ് ഡി വരുന്നതാണ് താഴെ ഉള്ളത് കോസ് സി എക്സ് പ്ലസ് ഡി. അപ്പൊ മുകളിലുള്ള ഒരു സൈൻ സി എക്സ് പ്ലസ് ഡിയും താഴെ രണ്ട് കോസ് സി എക്സ് പ്ലസ് ഡിയിൽ ഒരെണ്ണം കൂടി എടുത്തു. അപ്പൊ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഏതാണത്? ടാൻ സി എക്സ് പ്ലസ് ഡി. വീണ്ടും താഴെ ഒരെണ്ണം കൂടി ഇല്ലേ, 1 ബൈ കോസ് ഉണ്ട്, അത് സീക്ക് ആയിട്ട് മാറും. സീക്ക് സി എക്സ് പ്ലസ് ഡി ആയിട്ട് മാറും. ഇപ്പൊ ഡിനോമിനേറ്റർ ഇല്ല. ഇനി രണ്ടിലും എന്തുണ്ട് കോമൺ ആയിട്ട്? സീക്ക് സി എക്സ് പ്ലസ് ഡി ഉണ്ട്. അതിനെ കൂടി നമുക്ക് പുറത്തോട്ട് എടുക്കുകയാണ്. ഈക്വൽ ടു സീക്ക് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു എ കോസ് എ എക്സ് പ്ലസ് ബി. ഇവിടെ തീർന്നു പ്ലസ്. ഇനി ഇവിടെ ഉള്ളത് സി സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ടാൻ സി എക്സ് പ്ലസ് ഡി. ഇത്രയും കൂടെ ആയപ്പോ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് ഒന്ന് അല്പം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ കോഷ്യന്റ് റൂൾ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പൊ കോഷ്യന്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കാണുന്നത് കോഷ്യന്റ് ആണെങ്കിൽ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യുക? കോമ്പോസിറ്റ് വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ കോമ്പോസിറ്റിനകത്ത് കോഷ്യന്റോ പ്രോഡക്റ്റോ ഒക്കെ വരാം. അങ്ങനെ വരുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, സംശയമില്ലല്ലോ? ശരി. ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ പ്രോഡക്റ്റ് വരും കോഷ്യന്റ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കോഷ്യന്റിലെ പ്രോബ്ലം ചെയ്തു. ഇനി വരുന്ന പ്രോഡക്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനില് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 എന്നൊരു സംഭവം കിടപ്പുണ്ട്. അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൈൻ സ്ക്വയർ സൈൻ ക്യൂബ് ഇങ്ങനെയൊക്കെ വരുന്നൊരു ഫംഗ്ഷൻ എക്സ് ആയാലും എക്സ് സ്ക്വയർ ആയാലും എന്തായാലും ഇങ്ങനെ വരുന്നത് ഡയറക്റ്റ് ഡെറിവേറ്റീവ് സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിന് നമുക്ക് സൈൻ സ്ക്വയർ എക്സിനെ സൈൻ എക്സ് ഹോൾ സ്ക്വയർ ആക്കുമ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഫോമിൽ വരും. ഓക്കെ, അതാണ് എക്സ് സ്ക്വയർ ഫോമിലാണ് ഇത് വരുന്നത്. അത് വെച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനൊന്ന് മാറ്റി എഴുതേണ്ടത് ഡെറിവേറ്റ് ചെയ്യേണ്ട വരുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് മാറ്റി എഴുതണം. അതുകൊണ്ട് ഞാൻ y ഒന്നുകൂടെ എഴുതുകയാണ്. y ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് മാറ്റമില്ല, അതുപോലെ തന്നെ എഴുതി. മറ്റേ സൈൻ സ്ക്വയറിനെ സൈൻ എക്സ് റൈസ് ടു 5 ദി ഹോൾ സ്ക്വയറിനാക്കി മാറ്റി. ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ സ്ക്വയർ വരുമ്പോഴും ക്യൂബ് വരുമ്പോഴും ഒക്കെ പവർ വരുമ്പോൾ ട്രിഗണോമെട്രിക്ക് പവർ വരുമ്പോൾ ഇവിടുത്തെ എക്സ് റൈസ് ടു 5 എക്സിന് മാത്രമേ ഉള്ളൂ, സൈനും കൂടി ചേർത്തല്ല വരുന്നത്, ആംഗിളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് ബാധകമല്ല, അത് അതിന് മാത്രമേ ചെയ്താണ്. അല്ലാതെ വരുന്നതിന് ഇങ്ങനെ ചെയ്തോളാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ദി ഹോൾ സ്ക്വയർ. അപ്പൊ പ്രോഡക്റ്റ് റൂൾ ആണോ വന്നിരിക്കുന്നത്? ഇൻറ്റു ആണോ വന്നിരിക്കുന്നത്? അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സ് റൈസ് ടു 5 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ പ്ലസ് ആണ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു
sin x raised to 5 the whole square into d by dx of first function cos x cube. Okay, equal to ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിനെ ഒന്നും ചെയ്യണ്ട, cos x cube അതുപോലെ എഴുതി into, ഇനി ഒന്ന് ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണേ, sin x raised to 5 the whole square. ഇപ്പൊ കിടക്കുന്നത് ഇത്രയും x ആയിട്ട് എടുത്താൽ x സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഏതാണ്? 2x ആണ്. പക്ഷെ ഇവിടെ x ന്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? sin x raised to 5 ആണ്. അപ്പൊ എങ്ങനെ വരും? 2 into x ന്റെ സ്ഥാനത്ത് ഏത് വരും? ഈ അകത്തുള്ളത് വരും, sin x raised to 5. അങ്ങനെ x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2 into x ന്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത്? sin x raised to 5. തീർന്നില്ല. x ന്റെ സ്ഥാനത്ത് കൊടുക്കുന്ന ഏതാണ്? sin x raised to 5 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇൻഡു എന്ന് പറഞ്ഞെഴുതണം. ഇൻഡു d by dx of sin x raised to 5 ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? സൈനിന്റെ ഡെറിവേറ്റീവ് cos x raised to 5. ഇങ്ങനെ എഴുതിയാൽ മതി. സ്റ്റെപ്പ് ഒരു കാര്യം ചെയ്യുന്ന സ്റ്റെപ്പ് കൂടെ ഒന്ന് എഴുതാം, മനസ്സിലാക്കിയിരുന്നോളാം. അപ്പോ എക്സ് സ്ക്വയർ ഫോം ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2 into x ന്റെ സ്ഥാനത്തുള്ള അതുപോലെ എഴുതി ഇൻഡു അകത്തുള്ള എന്റെ ഡെറിവേറ്റീവ് d by dx of sin x raised to 5 തന്നല്ലോ. തീർന്നില്ല. വീണ്ടും അടുത്ത ഡെറിവേറ്റീവ് വീണ്ടും x raised to 5 ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഫോമിലാണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പൊ 2 into ഇത്രയും അതുപോലെ എഴുതി ഇൻഡു അകത്തുള്ള sin x raised to 5 ന്റെ ഡെറിവേറ്റീവ് d by dx of sin x raised to 5. അതിൽ തന്നെ നോക്കണേ, x ന്റെ സ്ഥാനത്ത് x raised to 5 ഉണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇൻഡു എന്ന് പറഞ്ഞ് വീണ്ടും വരും. അപ്പൊ ഇൻഡു d by dx of x raised to 5 എഴുതാം. നമുക്ക് സ്റ്റെപ്പ് കൂടുതൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി. ഇവിടെ വരുമ്പോ ഇതിനെ ഒന്നും ചെയ്യണ്ട. അപ്പൊ sin x raised to 5 the whole square ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കോസിന്റെ ഡെറിവേറ്റീവ് ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ അകത്തുള്ള x ക്യൂബ് അതുപോലെ എഴുതി ഇൻഡു d by dx of അകത്തുള്ള x ക്യൂബ്. മനസ്സിലാവോ? ഒരു സ്റ്റെപ്പ് കൂടി ആകുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യും. ഈക്വൽ ടു cos x cube into 2 sin x raised to 5 into sin ന്റെ ഡെറിവേറ്റീവ് cos x raised to 5 into അകത്തുള്ള x. ഈ x raised to 5 ന്റെ ഡെറിവേറ്റീവ് ആണ് താഴെ. x raised to 5 ന്റെ ഡെറിവേറ്റീവ് ഏതാണ്? 5x raised to 4 പ്ലസ് ഇവിടെ sin x raised to 5 ഹോൾ സ്ക്വയറിനെ sin സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഇവിടെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നില്ലല്ലോ. sin x raised to 5 ഈ മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്ലസ് ഇൻറ്റു മൈനസ് കൂടെ മൈനസ് ആയിട്ട് എഴുതാം. മൈനസ് sin x ക്യൂബ്, ഇവിടെ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇത്രയാണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ, എവിടെയാണ് ഡെറിവേറ്റീവ് എന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതൊന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് വരാമായിരുന്നു. ഒന്നുകൂടെ പറയാം, ഇതിന്റെ ഡെറിവേറ്റീവ് തന്നെ ഡെറിവേറ്റീവ് ചെയ്യേണ്ട അതുപോലെ എഴുതി ഇൻറ്റു d by dx of sin x raised to 5 ന്റെ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഇത്രയുടെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ഇത് കിടക്കുന്നത് x സ്ക്വയർ ഫോമിലാണ്. അപ്പൊ x സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 2 into അകത്തുള്ള x ന്റെ സ്ഥാനത്തുള്ള എഴുതി ഇൻറ്റു, കാരണം x ന്റെ സ്ഥാനത്തുള്ള ഡെറിവേറ്റീവ് വേണ്ടേ, ഇൻറ്റു അകത്തുള്ള sin x raised to 5 ഡെറിവേറ്റീവ് cos x raised to 5. അതിൽ തന്നെ sin x എന്നല്ല കിടക്കുന്നത്, x raised to 5 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് വേണം. അപ്പൊ അകത്തുള്ള x raised to 5 ന്റെ 5x raised to 4. മനസ്സിലായല്ലോ? ഒന്നുകൂടെ x സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 2 into x ന്റെ സ്ഥാനത്തുള്ള sin x raised to 5. വീണ്ടും അകത്തുള്ള sin x raised to 5 ന്റെ cos x raised to 5 into അതിനകത്തുള്ള x raised to 5 ന്റെ 5x raised to 4. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ എഴുതാമല്ലോ. ഇനി ഇവിടെ പ്ലസ് ആണ്, ഈ മൈനസിനെ ചേർത്താണ് മൈനസ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ഇതെന്താണ് അതുപോലെ എഴുതി sin x raised to 5 ഹോൾ സ്ക്വയറിനെ sin സ്ക്വയർ x raised to 5 എന്ന് എഴുതാം, കുഴപ്പമില്ല. ഇവിടെ എന്താണ് sin x ക്യൂബ്, അതായത് cos x ക്യൂബിന്റെ ഡെറിവേറ്റീവ് sin x ക്യൂബ് ഇൻറ്റു അകത്തുള്ള എന്താണ് x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. cos x ക്യൂബിന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ക്യൂബ് ആണ്. ആ മൈനസും ഈ പ്ലസും കൂടി ചേർത്തുകൂടെ മൈനസ് ആയി. അങ്ങനെ cos sin x ക്യൂബ് ഇൻറ്റു അകത്തുള്ള x ക്യൂബിന്റെ 3x സ്ക്വയർ. ഓക്കെ, അത്രയാണ്. ഇനി ഇതിൽ അറേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം ഓൾജിബ്രയാണ് എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ 2 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പൊ 2 into 5 10, പിന്നെ x raised to 4. ബാക്കി എന്നതുപോലെ എഴുതാം. cos x ക്യൂബ് sin x raised to 5 cos x raised to 5 മൈനസ് ഇവിടെ 3x സ്ക്വയർ sin സ്ക്വയർ x raised to 5
സൈൻ എക്സ് ക്യൂബ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെറിവേറ്റീവ്. അപ്പൊ ഇതാണ് അതിൽ വരുന്നത്. മനസ്സിലാവുമല്ലോ? ഓക്കെ, നല്ലോണം ഒന്ന് മനസ്സിലാക്കി ചെയ്യണം. ഇതിൽ ഈ ഒരു സ്റ്റെപ്പ് ആണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ 1, 2, 3 വരാം. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി ഡെറിവേറ്റ് ചെയ്യണം. അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ക്ലാസ് അത്രയും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മനസ്സിലാവും. ശ്രദ്ധിക്കണം. അത്രയും കാര്യം നോക്കി മനസ്സിലാക്കി ചെയ്യണം. ഇതിലൂടെ ആകുമ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ ഏതാണ്ടായി നിങ്ങൾ നല്ലവണ്ണം ഒന്ന് പഠിച്ചോളാം. പഠിക്കാൻ പറ്റുമല്ലോ? പഠിക്കണം. നമുക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു തരാം. ഇത്തിരി പ്രയാസമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് ഹോംവർക്ക് ഇട്ടാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലവണ്ണം ഒന്ന് ചെയ്ത് നോക്കണം. എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ഹോംവർക്ക് ചെയ്യണം കേട്ടോ. എഴുതി പഠിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആരെങ്കിലും അത് വീഡിയോ കോളിൽ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എഴുതി പഠിച്ച് എനിക്ക് കാണണം. ഞാൻ ചോദിക്കും 1, 2, 3 പേരെയൊക്കെ ഞാൻ വിളിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരെ വേണോ ആവാം, നല്ലവണ്ണം ഒന്ന് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ഹോംവർക്ക് ചെയ്യാൻ നോക്കും.